ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. ഹോമിലെ ഇമേജ് 10 ഫോൾഡറിലുള്ള LK_badge.svg എന്ന ഫയൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു ചിത്രം തയ്യാറാക്കുക. ഈ ഫയൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ചോദ്യ നമ്പറും ഫയൽ നാമമാക്കി നൽകി PNG ഫോർമാറ്റിൽ സേവ് ചെയ്യുക. ഓപ്പൺ ദ ഫയൽ LK_badge.svg given in the folder image 10 in home using the software Inkscape and complete the picture as shown in the given model. Export the picture to PNG format and save it in the folder exam 10 in home with your register number _ question number as file name. Application graphics Inkscape. File open. ഹോമിലെ ഇമേജസ് ഫോൾഡറിൽ നിന്നും LK_badge.svg എന്ന ചിത്രം തുറക്കുക. ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാതൃകയിലേക്ക് ആ ചിത്രത്തെ മാറ്റാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനായി ആദ്യം ചിത്രത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. പകർപ്പ് വന്നു. അതിനെ എല്ലാ സൈഡിൽ നിന്നും ചെറുതാക്കി വയ്ക്കുക. ഒരു തവണ കൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. അതിനുശേഷം ആ ടൈപ്പ് ചെയ്യാനുള്ള വാചകം ടൈപ്പ് ചെയ്യുക. ലിറ്റിൽ കൈറ്റ്സ് എന്ന വാചകം ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ലിറ്റിൽ കൈറ്റ്സ് എന്ന വാചകം ടൈപ്പ് ചെയ്യുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അല്പം വലുതാക്കുക. നിറം നൽകുക. അതിനുശേഷം 3 സർക്കിളുകൾ ഉള്ളതിൽ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന വാചകവും മധ്യത്തുള്ള 3 മധ്യത്തുള്ള സർക്കിളും സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. ഇപ്പോൾ രണ്ടും സെലക്ട് ആയി. ടെക്സ്റ്റ് പുട്ട് ഓൺ പാത്ത് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ടെക്സ്റ്റ് ആ പാത്തിൽ വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ലിറ്റിൽ കൈറ്റ്സിൻ്റെ തുടക്കത്തിൽ ക്ലിക്ക് ചെയ്ത് സ്പേസ് ബാർ ഉപയോഗിച്ച് അതിനെ ക്രമീകരിക്കുക. മാറ്റി ക്ലിക്ക് ചെയ്യുന്നു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് മധ്യത്തുള്ള വൃത്തം വീണ്ടും സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക്. അതിൽ നിന്നും ഫില്ലും ഒഴിവാക്കുന്നു, സ്ട്രോക്കും ഒഴിവാക്കുക. ഫില്ലും സ്ട്രോക്കും ഒഴിവാക്കുമ്പോൾ ആ ഇമേജ് മാത്രമായി ലഭ്യമായിരിക്കുന്നത് നമുക്ക് കാണാം. ഉള്ളിലുള്ള വൃത്തം അങ്ങനെ തന്നെ നിൽക്കുന്നതും കാണാം. അതിനുശേഷം GHS MPM എന്ന വാചകം ടൈപ്പ് ചെയ്യാം. ഈ ചിത്രത്തെ PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിത്രം മുഴുവനായി സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് ഗ്രൂപ്പ്, ഫയൽ, എക്സ്പോർട്ട് PNG ഇമേജ്.
എക്സ്പോർട്ട് ആസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ എക്സാം10 ഫോൾഡറിൽ സേവ് ചെയ്യാം. എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം പ്രവർത്തനം പൂർത്തിയാക്കാം. ഒറിജിനൽ ഫയലിന് മാറ്റം വരുത്തരുത്, അതിനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് വിത്തൗട്ട് സേവിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒറിജിനൽ ഫയലിനെ ക്ലോസ് ചെയ്യുക. IT വീഡിയോ ക്ലാസുകൾ ഇനി മൊബൈൽ ആപ്പിലും. പ്ലേ സ്റ്റോറിൽ നിന്നും വിപിൻ മഹാത്മാ മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.